ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര കടമ്പ്രയാർക്കാണ് കേട്ടോ. നേരെ പോയി എൻ്റെ ട്രാവൽ പാർട്ട്ണറിനെയും കൂട്ടി ഞങ്ങൾ യാത്ര തിരിച്ചു. പോകുന്ന വഴിയിൽ കുറച്ച് ബ്ലോക്കും കിട്ടി. അതുപോലെ ഞങ്ങളെ ഗൂഗിൾ അമ്മച്ചി ഒന്ന് വഴിതെറ്റിച്ചു. എന്നാൽ പോലും ഞങ്ങൾ ചോദിച്ച് ശരിയായ വഴി തന്നെ എത്തിയിട്ടോ. ഈ വഴിയിൽ നല്ല ഭംഗിയുണ്ട്, രണ്ട് സൈഡിലും മരങ്ങളും ഒക്കെ ആയിട്ട്. ഞങ്ങൾ അങ്ങനെ അവിടെ എത്തിയ സമയത്ത് ആദ്യം കണ്ടപ്പോൾ കുറച്ച് വിഷമം തോന്നി. കാര്യം എന്തിനാ വന്നേന്നുള്ളൊരു തോന്നലേ. വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. പാടവും കല്ലും ചെളിവെള്ളവും ഒക്കെ ആയിട്ട് ഒരു അസ്വസ്ഥത തോന്നി. പിന്നെ ഇവിടേക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഇവിടെ 2 ഇരുമ്പ് പാലങ്ങളാണുള്ളത്. ഒരു വശത്ത് പാടവും മറ്റേ വശത്ത് പുഴയുമാണുള്ളത്. അങ്ങനെ എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയി. ആദ്യത്തെ പാലം കയറി ഇറങ്ങിയപ്പം അത്യാവശ്യം കൊള്ളാം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകും തോറും എന്തായാലും വന്നതല്ലേ, നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നേരെ നടന്നപ്പോഴാണ് രണ്ടാമത്തെ പാലം ഇവിടുന്ന് നോക്കിയാൽ കാണാം കേട്ടോ. രണ്ടാമത്തെ പാലത്തെ നോക്കി അതും ലക്ഷ്യം വെച്ച് ഞങ്ങൾ അങ്ങ് നടന്നു. രണ്ടാമത്തെ പാലത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിലുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ദേ ഇവിടുന്ന് നോക്കിയാൽ ആ കാണുന്നതാണ് വണ്ടർല. 1-2 റൈഡ് ഇവിടുന്ന് നോക്കിയാൽ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെയും നടന്നു. അതാണ് രണ്ടാമത്തെ പാലം. ഇവിടുത്തെ വ്യൂ അടിപൊളിയായിരുന്നു. ഇവിടുന്ന് നോക്കിയാൽ ഒരു പാതി കപ്പലിൻ്റെ ഒരു ഷേപ്പിലുള്ളൊരു ബിൽഡിങ് കാണാം. ഇവിടെ ബോട്ട് പെഡലിങ്ങും കയാക്കിങ്ങും അങ്ങനെ കുറേ ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചെന്ന സമയത്ത് അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല. എന്തായാലും നമ്മൾ പിന്നെയും മുന്നോട്ട് തന്നെ പോയി. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പാലം. രണ്ടാമത്തെ പാലത്തിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടുന്ന് നമ്മൾ പിന്നെയും നടന്ന് അവിടെ ഒരു കുഞ്ഞു ചായക്കട പോലത്തെ ഒരു സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ വ്യൂ അടിപൊളിയായിരുന്നു. ഈ ഒരു സമയം 5:30-6 മണി ആ ഒരു സമയം കൂടെ ആയപ്പോഴത്തേനും നല്ല വ്യൂ ഉണ്ടായിരുന്നു. ഇവിടെ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ട് കുറച്ച് നേരം ഇരുന്നു. ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളതെല്ലാം കണ്ട് നമ്മൾ പയ്യെ ഓക്കെ എന്നാൽ പോയേക്കാം എന്നുള്ള ഇതിലായി. അങ്ങനെ ആ ഒരു ടൈം ആയപ്പോഴത്തേനും ക്ലൈമറ്റൊക്കെ അടിപൊളിയായിരുന്നു. നല്ല വ്യൂവും സൺസെറ്റും കണ്ട് കുറച്ച് താറാക്കൂട്ടത്തിനെയും കണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോയി. ഈ താറാക്കൂട്ടത്തിനെ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ. അങ്ങനെ സൂര്യൻ തോട്ടിലോട്ടും പോകുന്നതും കണ്ട് നമ്മൾ പയ്യെ ഇറങ്ങി. ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ടാറ്റാ.